ഹായ് നിഷ മെമ്പറെ. ഞാൻ ഇവന്റെ ഒരു സബ്സ്ക്രൈബറാണ്. എല്ലാ യൂട്യൂബിലും എല്ലാ വീഡിയോസും കാണലുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതെനിക്കുള്ളല്ലേ? ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, വൈഫിന് കൊണ്ടു കൊടുക്കാം. താങ്ക് യു. ഹായ്, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുനെല്ലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചേകാടി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ ഇന്നൊരു ഗ്രാമോത്സവം നടക്കുന്നുണ്ട്. ഗ്രാമോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ വാർഷികാഘോഷമാണ്. അതിൻ്റെ പേരാണ് ഈ ഗ്രാമോത്സവം എന്നറിയപ്പെടുന്നത്, 2024 ഗ്രാമോത്സവം. അപ്പോൾ അത് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ കൂടെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകളും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും എല്ലാം അണിയിച്ചൊരുക്കുന്ന ഒരു ഗ്രാമോത്സവം, ഒരു വാർഷികാഘോഷ പരിപാടിയാണെന്ന്. അപ്പോൾ അവിടേക്ക് ഞാനിവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വനമുണ്ട്, വനപ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്കൂൾ വരുന്നത്. ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തത് ഓപ്പോസിറ്റ് ഫോറസ്റ്റാണ്, വനം ആണ് വരുന്നത്. അപ്പോൾ അതിലൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അതിലിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, നല്ല പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ. സ്കൂളിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഇത് പോകുന്ന വഴിയാട്ടോ. ഇതാണ് നമ്മളെ ഗവൺമെൻറ് LP സ്കൂൾ, അതായത് ചേകാടി സ്കൂളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഈ ഭാഗം കേട്ടോ. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റേജ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചേകാടി സ്കൂൾ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മൾ ചേകാടി സ്കൂള്. സ്കൂളിലെ ഇത് പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞതാട്ടോ. ഭക്ഷണമൊക്കെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. സ്കൂളിൻ്റെ അകത്തേക്ക് വന്നതിന് ശേഷം നമ്മളെ രഞ്ജിത്ത് പുള്ളി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പുള്ളിയാണ് ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചുക്കാൻ പിടിക്കുന്ന പുള്ളിയാണെന്നാണ് ചോദിച്ചത്. ചോറായോ രഞ്ജിത്തേട്ടാ? ചോറ് ആയി. കറികളൊക്കെ നമ്മളെ കാളപ്പി അധ്യൻ്റെ നേതൃത്വത്തിലുള്ള കുക്കർമാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണോ? അതെ അതെ. ഒരു കാളപ്പി അധ്യൻ, ഉദയേട്ടൻ, രജീഷ് ഏട്ടൻ, സതീഷ് ഏട്ടൻ, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ നമ്മളെ നാട്ടുകാരാണ്. കുടുംബശ്രീ, അംഗൻവാടി കുട്ടികൾ, അങ്ങനെയുള്ള എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാർഷികം നടത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താക്കാനുള്ള പരിപാടി? അത് ഇതിപ്പോൾ ചോറ്, രണ്ടാമത് ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. ചോറ് തികയിലാന്നാ? ചോറ് ഒരു 3 ട്രിപ്പെങ്കിലും വെക്കേണ്ടി വരും. ആളുണ്ടാവും അല്ലേ? ആളുണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു, ഇതിനേക്കാളും ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഒരുപാട് എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അതെ അതെ. അപ്പോൾ ഓക്കെ രഞ്ജിത്തേട്ടാ, ഞാൻ ആ സ്കൂളിൻ്റെ ചുറ്റുഭാഗമെല്ലാം ഒന്ന് കാണട്ടെ. ഓ ശരി ശരി, താങ്ക് യു. മോനിവിടെ പഠിക്കുന്നതാണോ? എത്രയല്ലേ പഠിക്കുന്നത്? 3. എന്താ പേര്? നിവിൻ. ഓക്കെ. വീട് ഇവിടെ തന്നെയാണോ? പഠനം കാര്യങ്ങളൊക്കെ ഉഷാറാണോ? നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തോന്നുന്നു. സന്തോഷം നിറഞ്ഞ ഒരു വേളയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷെ നമ്മളെ കാര്യപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും അധ്യക്ഷ സ്ഥാനത്ത് നിർവഹിച്ചവരെല്ലാവരും ചില സാഹചര്യങ്ങൾ മൂലം എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു തീരുമാനം മാറ്റേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ചേകാടി നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കമായ ജില്ലയാണ് വയനാട്. വയനാട്ടിൽ തന്നെ കുറച്ച് പിന്നോക്കമാണ് നമ്മുടെ മാനന്തവാടി നിയോജക മണ്ഡലം. അതിൽ തന്നെ പിന്നോക്കാണ് നമ്മുടെ തിരുനെല്ലി പഞ്ചായത്ത്. തിരുനെല്ലി പഞ്ചായത്ത് വീണ്ടും എടുക്കുകയാണെങ്കിൽ അതിലും പിറകോട്ടാണ് തിരുനെല്ലി വില്ലേജ്. തിരുനെല്ലി വില്ലേജിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചേകാടി എന്ന് പറയുന്നത്. ഈ ചേകാടിയിലെ നിർധനരും സാധാരണക്കാരുമായ ആളുകൾക്ക് പഠനം നടത്തുന്നതിന് വേണ്ടി DPEP കാലത്ത് 1998 ജൂൺ 5-നാണ് ചേകാടി ഗവൺമെന്റ് LP സ്കൂൾ എന്ന ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അന്ന് ചേകാടിയിലെ പുളിമരത്തിന്റെ ചുവട്ടിലും അതുപോലെ നമ്മളോട് ചേർന്നിട്ടുള്ള വനത്തിന്റെ അതിരിലും
ചെറിയ ഷെഡുകൾ വെച്ചുകൊണ്ട് തുടങ്ങിയ ഈ സ്ഥാപനം ഒരുപാട് ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹകരണം കൊണ്ടാണ് ഇന്നത്തെ ഈ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ചില പേരുകൾ നമ്മൾ വിട്ടുപോകാതെ ഇരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, സ്കൂൾ കണ്ടിയിലെ മരണപ്പെട്ടുപോയ ചന്തുവേട്ടൻ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ചന്തുവേട്ടന്റെ ത്യാഗത്തെക്കുറിച്ചും ഈ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയാൻ കഴിയും. അതുപോലെ കേളപ്പേട്ടൻ, കാളേട്ടൻ, രാഘവേട്ടൻ, ആണ്ടിയേട്ടൻ, സുധാകരേട്ടൻ, അതുപോലെ തൈപ്പറമ്പിൽ ജോർജ്, കുഞ്ഞാലിക്ക തുടങ്ങിയ ധാരാളം ആളുകളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം പടിപടിയായി വികസിച്ചു വന്നത്. ഇവിടെ ആദ്യമായി എത്തിയ ഒരു ഇടുക്കിയിൽ നിന്നെത്തിയ മണിമാഷെ കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടുകാർക്ക് 100 നാവാണ്. അദ്ദേഹമാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപകൻ. അതോടൊപ്പം തന്നെ സ്കൂളിൽ ഒരു സ്റ്റാഫായി ഇവിടെ എത്തിയ ശ്രീധരേട്ടൻ. ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ ചേകാടിക്കാർക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് 1 ഏക്കർ സ്ഥലം. അതിൽ ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ്, അതിൽ 4 ക്ലാസ് മുറികളും കഷ്ടി ഒരു സ്റ്റോർ റൂമിനുള്ള സ്ഥലവും മാത്രമാണ് നിലവിലുള്ളത്. ശരിക്ക് നമ്മുടെ KER കണക്ക് പ്രകാരമൊക്കെ ഒരു വിദ്യാലയത്തിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഇനിയും ആയിട്ടില്ല. എങ്കിലും ഒട്ടും പിറകിലില്ലാത്ത വിധത്തിൽ നമ്മൾ വളരെയേറെ മുന്നിലാണ്. ഒരു സന്തോഷ വാർത്ത പറയാം. മാനന്തവാടി ഉപജില്ലയിൽ നടത്തിയ സങ്കല്പ സപ്താഹ് പരിപാടിയിൽ സാമൂഹ്യശാസ്ത്രം ഗാന്ധി ക്വിസിൽ LP വിഭാഗത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നുള്ള 2 കുട്ടികൾക്കാണ്, മാനന്തവാടി ഉപജില്ലയിൽ. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉൾപ്രദേശമാണ്, കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി ഒട്ടും നമ്മൾ പഠന കാര്യത്തിലും പഠനേതര പ്രവർത്തനങ്ങളും പിന്നിലല്ല. ഒരിടക്കാലത്ത് നമ്മുടെ വിദ്യാലയം അല്പം ശോഷിച്ചുപോയി. ശരാശരി 25-30 കുട്ടികൾ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ നിന്ന് 2021 ആയപ്പോൾ 1ാം ക്ലാസ്സിൽ 2 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പ്രവേശനം നേടിയിരുന്നത്. എന്നാൽ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ കൂട്ടായ്മ, അതിൽ പങ്കുചേരാൻ എനിക്കും സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നുള്ളൂ. നാട്ടുകാരുടെ പവിത്രൻ, അതുപോലെ സുധാകരേട്ടൻ, നമ്മുടെ വെങ്കടദാസേട്ടൻ, അതുപോലെയുള്ള ആളുകളുടെ ഒപ്പം തന്നെ നമ്മളോട് കാര്യമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആയില്യ, സുകന്യ സത്യൻ തുടങ്ങിയ ആളുകൾ, അതോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പർമാരായ നിഷ, നമ്മുടെ വാർഡ് മെമ്പർ ശൈല വിജയൻ, അതോടൊപ്പം തന്നെ ബിന്ദു സുരേഷ്, ഇവരുടെ ഒക്കെ അകമഴിഞ്ഞ സഹായവും പിന്തുണയും നമുക്ക് സ്കൂളിന് വേണ്ടി സദാ ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ഈ സ്കൂളിന്റെ വികസനത്തിന്റെ കുതിച്ചു ചാട്ടമാണെന്ന് പറയാം. നമുക്ക് ചുറ്റുമതിൽ വരുന്നു. ചുറ്റുമതിലിന്റെ പണി ഇന്ന് നടക്കേണ്ടതായിരുന്നു, ബാക്കിയും കൂടെ പൂർത്തീകരിക്കാൻ. അപ്പൊ ഇന്ന് വാർഷികമായതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുക. നമ്മുടെ ചുറ്റുമതിൽ 100% പൂർത്തീകരിക്കാൻ തിരുനെല്ലി പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും ആ പ്രവർത്തനങ്ങൾ ഇപ്പൊ ടെൻഡർ കഴിഞ്ഞ് പണി തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഉപകരണങ്ങളൊക്കെ നമ്മുടെ സ്കൂളിന്റെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ വാർഷികം പ്രമാണിച്ച്. ഇപ്പൊ തിരുനെല്ലി പഞ്ചായത്ത് നമുക്ക് ചുറ്റുമതിൽ തരുന്നു. അതുപോലെ തന്നെ കുടിവെള്ളം, നേരത്തെ ഹരിമെമ്പർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരു വിദ്യാലയത്തിൽ നിന്ന് കോളനികളിലേക്ക് വെള്ളം കൊടുക്കുന്ന സ്കൂൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 കോളനിക്ക് കുടിവെള്ളം തികച്ചും സൗജന്യമായി ഏത് വേനൽക്കാലത്തും വെറ്റാത്ത വെള്ളം നമുക്ക് കിട്ടി എന്നുള്ളത് നമ്മുടെ ഭാഗ്യം. അത് കൊടുക്കാനുള്ള പുണ്യം നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷാർഹമാണ്. അതോടൊപ്പം പുതിയ ബിൽഡിങ്ങിനായി, അതോടൊപ്പം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ഈ ബജറ്റിൽ നമുക്ക് 1 കോടി രൂപ ചേകാടി ഗവൺമെന്റ് LP സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് അനുവദിച്ചിരിക്കുകയാണ്.
നമുക്ക് സ്കൂളിൻ്റെ അതായത് ക്ലാസ് മുറിയിലേക്ക് ഒന്ന് കയറി ചെന്ന് നോക്കാം, എന്താ അവസ്ഥ നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഇന്ന് മാറത്തില്ലോ, ഇത് ഞാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ. ക്ലാസ് മുറികൾ എന്ന് വെച്ചാൽ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകതരം ക്ലാസ് മുറി. അത് വലിയ സ്പേസും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്കൂള് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. അതുണ്ടോ, നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന പിള്ളേരാ? എല്ലാവരും എളുപ്പം പറയണോ? ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ് ഓഫീസ് കേട്ടോ. ഓഫീസ് റൂം എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്ന ഓഫീസ് റൂം. അത് മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് ഒരു വെറൈറ്റി രീതിയിലാണ് ഒരു എന്താ പറയുക സ്കൂള് ചെയ്തിരിക്കുന്നത്. അത്രയും സ്പേസ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഇവിടുത്തെ കുട്ടികളെല്ലാം ഇവിടുത്തെ കലാപരിപാടികൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഞാൻ സ്കൂളിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ക്ലാസ് മുറീൻ്റെ നടുഭാഗത്തായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, JCBൻ്റെ ടയർ വെച്ചിട്ട് ഇവിടെ ഗപ്പികളെ വളർത്തുന്നുണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന അടുക്കള ഭാഗത്തേക്കാണ് ഇപ്പം ഞാൻ അടുത്തായി പോകാൻ പോകുന്നത്. ഈ കാണുന്ന കേട്ടോ അടുക്കള. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തേക്കുന്ന് ഉള്ളും ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പുറത്ത് തീ കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വാർഷികം നടക്കുന്നത് ഈ ഒരു സ്കൂളിൻ്റെ തൊട്ട് അടുത്തായിട്ടുണ്ട്. അതാണോ ഈ കാണുന്നതാണ് സ്റ്റേജ്, അടുക്കള ഭാഗം. ഈ മുൻവശം കാണുന്നത് വനം ഏരിയ കേട്ടോ, അതായത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഭാഗമാണ് അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. എന്താ വെച്ചാൽ സമ്മാന കൂപ്പണ? പേര് സുഭാഷ്. നമ്പർ വേണ്ടേ? 62388657 5783. ഒറ്റ മതി, സമ്മാനം ഒന്നും മതി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരായ 3 അവരെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളെ അൾട്ര ആയതുകൊണ്ടേ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ പിന്നെ അവർ നല്ല ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വാർഷിക പരിപാടി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. നമുക്ക് പോവാം കേട്ടോ. കാഴ്ചപ്പതുണ്ടോ, നമ്മൾ നേരത്തെ പോയതിനേക്കാളും ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. തിത്തൈ ദൈ 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 ദാരോ തക ദൈ 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 ദൈ
ഇപ്പൊ ലഞ്ച് ബ്രേക്കിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എന്താ പറയാ വാർഷികോത്സവത്തിനൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്കൂൾ വാർഷികത്തിന് പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഈ ലഞ്ച്, അതായത് നമ്മൾ കാണികളായ എല്ലാവർക്കും മാതാപിതാക്കൾ ആരായിക്കോട്ടെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തും ഇല്ല. പക്ഷെ ഇവിടെ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എടാ ലിജിനെ, നിനക്ക് എന്നെ അറിയൂലേ? എനിക്ക് നിന്നെ അറിയാം. ഫ്രണ്ട്സ് അല്ലേ ഞങ്ങളെ. എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ? ഇത് ഞാൻ നിന്റെ പബ്ലിക് ഐസ്ക്രീം മേടിച്ചാൽ മതി. ഞാൻ വീഡിയോ വേണം മേടിച്ചാൽ ഞാൻ ഐസ്ക്രീം മേടിച്ചാ 10 രൂപേന്റെ മതി. 10ന്റെ മതി. ഞാൻ വീഡിയോ കാര്യമില്ല. അത് മേടിച്ചാ മേടിക്ക്. മേടിച്ചാടാ. ആ വാങ്ങിത്താ. താങ്ക് യു. താങ്ക്സ് ഉണ്ട് മച്ചാ. നിന്റെ പ്രാർത്ഥന ഇനി അടി. ആട്ടോളൂ. ഓ മതി. ഇട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അത്ര ലോങ് എടുത്തോ. പോസ്റ്റിക്കോ. സാമ്പാർ കുറച്ചും കൂടി വെച്ചോ. ഓക്കെ ആയിക്കോട്ടെ. ആ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ചോറ്, ഒരു പയറുപ്പേരി, പിന്നെ ഒരു കൂട്ടുകറിയുണ്ട്, സാമ്പാർ, ഒരു അച്ചാർ, പിന്നെ ഒരു പപ്പടം. മതി. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ അടുത്ത നമുക്ക് പായസം കൂടി ഉണ്ട് കേട്ടോ. പായസം നമ്മൾ നോക്കട്ടെ. ഇവിടെ ഭക്ഷണത്തിന് ശേഷം നല്ല അരിപ്പായസം കൂടി ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ.
give it to, some give it to our girls. 5,040,000 naughty shorty. Baby girl, all my girls, all my girls. Chanda Paul say, well, I'm on the way, the time cold, I wanna be keeping you warm. I got the right temperature for shelter you from the storm. Hold on, girl, I got the right tactics to turn you on. And girl, I wanna be the papa, you can be the mom. Oh, oh. Like I said, the girl, them broke out on the floor. From you don't wanna work this performer. From you don't wanna man, but can't turn you on. Girl, make I see you when them upon ya. Can't stand for the long, nah, eat no yam, no sea fish, no green banana. But down in Jamaica, we give it to you hot like a sauna. Well, I'm on the way, the time cold, I wanna be keeping you warm. I got the right temperature for shelter you from the storm. Hold on, girl, I got the right tactics to turn you on. And girl, I wanna be the papa, you can be the mom. நாம் வாழும் வரைக்கும் நிலைக்கும் Come on, come on. பொங்கத்திலே பொங்கத்திலே குமரனுக்கு கொண்டாட்டம் அங்கே சுந்தரமா பெண்களெல்லாம் கொண்டாட்டம் கொண்டாட்டம் பொங்கத்திலே குமரனுக்கு கொண்டாட்டம் அங்கே சுந்தரமா பெண்களெல்லாம் கொண்டாட்டம் கொண்டாட்டம் பொங்கத்திலே குமரனுக்கு கொண்டாட்டம் ஸ்ரீவயாறு திருமணம் திருப்பரங்குன்றம் ஸ்ரீவயாறு திருமணம் திருப்பரங்குன்றம் திருமுழுது பக்தர்களில் ஆனந்த மல்கம் திருமுழுது பக்தர்களில் ஆனந்த மல்கம் தங்கமயில் கரவத்து தமிழகை தங்கமயில் கரவத்து தமிழகை வாங்கிக் கொண்டாள் முருகத்து மாலை வாங்கிக் கொண்டாள் முருகத்து மாலை ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിൽ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിൽ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം ഒത്തിരി 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 സ്വപ്നങ്ങൾ അതുവഴി ഇതുവഴി പല വഴി പരതിയും ഒടുവിൽ വരതൊരു ചിതറിയ പറവകളാൽ കിതച്ചിട്ടും കാറ്റേ കൊതിച്ചിട്ടും കാറ്റേ മണിത്തുമ്പപ്പൂവിൽ തേനും തായോ കിതച്ചിട്ടും കാറ്റേ കൊതിച്ചിട്ടും ചക്കര മാവിലെടുത്തൊരു മുന്നണി മുന്നണി മണ്ണിൽ കിങ്ങിണി ചെറുചെറു മരങ്ങൾ കൂട് തുറന്ന് മറന്നിടും മഞ്ഞൾ ചിറകടി പടർന്നു നൽകിയ പവളവും മഞ്ചിലും മലരും മധുരവും മധുരവും അതുവഴി ഇതുവഴി പലവഴി പലതിയും ഒടുവിൽ വരന്നൊരു ചിതറിയ പറവകളാൽ പട്ടുറുമ്പിന് കല്യാണം പട്ടുകുട്ടന് ചെമ്മാനം പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക് കെട്ടിലമയ്ക്ക് മിന്നാട്ടം പട്ടിടക്കിട താമ്പൂലം പുത്തന ചിവരത്തേരം പൂവിരിക്ക് ആലൊരുങ്ങ് വെളുത്തീരൊരുങ്ങ് ആടിമാസക്കിരവി വരുന്നേ കയ്യിൽ മാത്തലയും കുലവേറുന്നേ പട്ടുറുമ്പിന് കല്യാണം പട്ടുകുട്ടന് ചെമ്മാനം പട്ടു ചുറ്റിയ
മണിമന്ദിരം ദിനമെന്നുമയും പ്രകൃതി ശിവനോട് ചേർന്നവരും അഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം ഓംകാരസാരം മഹാഭക്തിരൂപം ഭജേഹം ഭജേഹം നമാമി ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി കണ്ണിന്റെ കണ്ണായി വളർന്നു നീ ആനന്ദമേകുന്നൊരുണ്ണിക്കിടാവായ ഒരു നാൾ കാളണയുമളവിലെതിരായി വന്നു മഹിഷി വഴി ഒരു നാൾ കാളണയുമളവിലെതിരായി വന്നു മഹിഷി വഴി അടലിനൊടുവിലവള ചേച്ചി അരുൾ കൊടുത്ത ഓംകാരരൂപം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി എന്നാളും എന്റെ പൊന്മണി കണ്ട സ്വാമിക്ക് ഘൃതമാല അഭിഷേകമാണ് മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും നീയെ പൊറുക്കുന്നു സ്വാമി അഭയം തരുമമര നിരിലം നിറമായി ഒഴുകുമരിയ നദിയും അഭയം തരുമമര നിരിലം നിറമായി ഒഴുകുമരിയ നദിയും ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി അകമെന്നുമയ്യന്റെ മണിമന്ദിരം ദിനമെന്നുമയ്യന്റെ പടിപൂജനം ചേർന്നവരും അഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി അമ്മായിക്കും ഇഷ്ടപ്പെട്ട മരുമോ
മായാദേവകിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ. മലയാള സിനിമയുടെ ഉമ്മറത്തെത്തിയിട്ടും കലാഭവൻ മണി ചിന്തയിലും പ്രവൃത്തിയിലും തികഞ്ഞ നാട്ടിൻപുറത്തുകാരനായിരുന്നു. വിസ്മൃതിയിലേക്ക് മറഞ്ഞുകൊണ്ടിരുന്ന മണ്ണിന്റെ മണമുള്ള ജീവിതത്തിന്റെ ഗന്ധമുള്ള നാടൻ പാട്ടുകൾ തലമുറകളുടെ അന്തരമില്ലാതെ മലയാളികൾ കലാഭവൻ മണിയിലൂടെ വീണ്ടും ഏറ്റുപാടി. കൊഞ്ചും വളകിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണെ കൊഞ്ചും വളകിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണെ
நீ ஒரு முறை வந்து பார்த்தாயா என்ன
മബസനി ദബമ സദാസമ മദഗാദ സതാമ തോം 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 മബസനി ദബമ സദാസമ മദഗാദ സതാമ തരികിടതരം 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 തകതില്ലാന തകതി തരികിടതില്ലാന തകതി തരികിടജണ്ണു തതിമിത ജണ്ണു തതിമിത തരികിട തോം 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 മബസനി ദബമ സനി അംഗനമാ മൗലി മണി തിങ്കളാസ്യ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടുംബാലേ മാണിക്യവാസക മൊഴിക നവീ ദേവി മാണിക്യവാസക മൊഴിക നവീ ദേവി ഇളങ്കോവടികൾ ശീലംപുറകി തമിഴകമാകയും ശൃംഗാരാണി മഴമുതിർ കൊല്ലലിൻ ചോലയായി തമിഴകമാകയും ശൃംഗാരാണി മഴമുതിർ കൊല്ലലിൻ ചോലയായി. If sin square theta plus cos square theta is equal to 1 beta, then cos square theta minus sin square theta equals to cos 2 theta. 1 plus 1 equals to 11 नहीं होता बेटा. बाकी सब्जेक्ट्स में हम कुल बस मैथ्स में डब्बा गुल मैथ्स में डब्बा मैथ्स में डब्बा मेरा मैथ्स में डब्बा मैथ्स में डब्बा. Oh dear Newton likes math. How could you find it cool? Maths में डब्बा मैथ्स में डब्बा मेरा मैथ्स में डब्बा मैथ्स में डब्बा. मैथ बनाने वाले तेरी अम्मा चूहा ले जाए, हम घंटों माथा फोड़े, घंटा समझ ना आए. भयंकर है सिचुएशन विद क्वाड्रेटिक इक्वेशन, अलजेब्रा ट्रिग्नोमेट्री टैक्सेशन मेंसुरेशन. दिखने में पेशेंट नॉर्मल पर सीरियस है कंडीशन. सिलेबस गोल के पीते एग्जाम में अंडा आता, कब से बैटिंग कर रहे भाई फिर भी ना खुल रहा खाता. अरे आंटी हटो ना, बोल नहीं दे. അവിടെ ചേന ചേമ്പ് തണ്ണിമത്തൻ തുടങ്ങി പലതും കൃഷി ചെയ്തു. ഒരു ദിവസം രംഗം ചന്ദന കാട്ടിലൂടെ വരികയായിരുന്നു. തലയിലൊരു കെട്ട് മധുരക്കിഴങ്ങു ആളുകൾ. പെട്ടെന്ന് സുബ്ബു കരടി രംഗന്റെ മുന്നിലോട്ട് എടുത്തു ചാടി. അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വായോ. എടാ രംഗ, ഈ കാട് എന്റെയാണ്. ഈ ചന്ദനക്കാട്ടത്തെ രാജാവ് ഞാനാണ്, ഈ സുബ്ബുക്കട്ടി. ഉപദ്രവിക്കരുതേ, ഞാനൊരു പാവ കർഷകനാണ്. നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ നീ എനിക്ക് എന്ത് തരും? എന്നെ വെറുതെ വിട്ട
जब लड़कों के दिलों में तू आग लगा दे बेबी फायर नकली से न करे तू करे जब देखे हमें झूठी लायर काला काला चश्मा जचता तेरे मुखड़े पे जैसे काला तिल जचता है तेरे चिन पे अपनी अदाओं से ज्यादा नहीं तो 10-12 लड़के तो मार ही देती होगी तू दिन में 26 फिरते हैं मेरे वर्गी और न होनी वर्गी और न होनी वर्गी और न होनी तू मुंडा बिल्कुल देसी है मैं कटदी ना तो सोड़ी वे मैं फेड अप हो गई हूं मुंडिया मैं फेड अप हो गई हूं मुंडिया सुन सुन के तेरे दुखड़े वे मैनू काला चश्मा ओ मैनू काला 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 ओ मैनू काला चश्मा जचदा है गोरे मुखड़े ते मैनू काला चश्मा जचदा है गोरे मुखड़े ते जचदा है गोरे मुखड़े ते सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर नकली से न करे तू करे जब देखे हमें झूठी लायर मैनू काला चश्मा ओ मैनू काला काला चश्मा ए काला चश्मा ओ काला 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 സിരക്കോയിൽ മിന്നലടിക്കത് ഹാസകൊണ്ടൊക്കെ ചരകം ടം ചരകം ടം ചരകം ടം ഒരു വെക്കം മുഴക്കിത് ഒരു വെപ്പം മഴിക്കിത് കേട്ടിരുന്ന സേവയത്താൻ വെട്ടി വിട്ട് സിക്കി തവിക്കിത് നമ്മൾക്ക് ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് ചെറുപ്പക്കാരുള്ള കുട്ടികൾക്ക് നമുക്കൊരു ഡാൻസ് പരിപാടി നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നതാണ്. അവസാനത്തെ ഒരു പാട്ടോടുകൂടി ഈ കസാരകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഈ സമ്മാന കൂപ്പണം കൂടി നറുക്കെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഗ്രൗണ്ടിൽ ഒരു ഡാൻസ് കളിക്കാൻ ഉള്ളൊരു സംവിധാനം ആക്കണമെന്ന് നമ്മുടെ ചെറുപ്പക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അവസരം പാട്ട് ഇവിടെ ഓപ്പറേറ്ററോട് പറഞ്ഞാൽ മതി ഏതാ പാട്ട് വെക്കേണ്ടത്, ആ പാട്ട് വെക്കുക. ഒറ്റ പാട്ടിൽ നിർത്തുക. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പരിപാടി സമാപിപ്പിക്കുന്നതായിരിക്കും. കാരണം ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒരുപാട് പരിപാടിയുണ്ട്. ആ രണ്ട് പാട്ട് ആയിക്കോട്ടെ. ഇതിന് മെച്ചപ്പെട്ട പരിപാടി നമുക്ക് അടുത്ത വാർഷികത്തിന് ഒന്നുകൂടി നമുക്ക് ഒത്തുകൂടേണ്ടതുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ ആവും. നമ്മൾ വളരെ ഗംഭീരമായി ഇതിലും കൂടുതൽ നല്ല ഉയർച്ചയിൽ നല്ല പരിപാടിയായി നല്ലൊരു സ്കൂളും പരിപാടികളൊക്കെ ആയി നമ്മൾ മുന്നോട്ട് പോകും. ഇനിയും ഉയർച്ചയിലേക്ക് ഈ സ്കൂൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ സ്കൂളിന് വേണ്ടി ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇനിയും സ്കൂളിന് വേണ്ടി നല്ല സഹകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.
സമ്മതത്തോടു കൂടി നമ്മുടെ സ്കൂളിലെ സ്റ്റുഡന്റ് ധനുശ്രീ നിറക്കെടുക്കുന്നതായിരിക്കും. ആരായാലും വേണ്ടില്ല, കിട്ടുന്നവനാണ് ഭാഗ്യവാൻ. ആദ്യം എടുക്കുന്നത് 1ാം സ്ഥാനം കേട്ടോ. 1ാം സ്ഥാനത്തിലുള്ള സമ്മാനം അത് ഏത് നമ്പറിനാണെന്ന് ഇപ്പൊ അറിയാം. 1ാം സമ്മാനം ഇതാ, സ്മാർട്ട് ഫോൺ. പോക്കോയുടെ 4GB 64GB സ്മാർട്ട് ഫോൺ. ഓക്കെ, തുറക്കുമ്പോളെ എത്ര ഉണ്ട്? 1 ഉള്ളൂ, 2 ഉണ്ടോ നോക്ക്? 1 ഉള്ളൂ. ഓക്കെ, നമ്പർ വായിക്കും. ഞാൻ കണ്ടു വെച്ചില്ല. 2538 2538 നികിത രജീഷ്. ഫോൺ നമ്പർ 9544. ബട്ടർഫ്ലൈയുടെ 5 ജാറുള്ള മിക്സർ ഗ്രൈൻഡർ ആണ്. കുഴക്ക് നന്നായിട്ട് കുഴക്ക്. ആ, ഒരെണ്ണം. സജി ജയന്തി. ഫോൺ നമ്പർ 636065. ഡിന്നർ സെറ്റ് അല്ല, കാസറോൾ സെറ്റ്. വിപിൻ പി. ഫോൺ നമ്പർ 892125. ജയന്തി 2ാം സ്ഥാനം. വർഷത്തെ സ്കൂൾ വാർഷികവും ഗ്രാമോത്സവവും അതിഗംഭീരമായി നമ്മളിവിടെ ആഘോഷിച്ച് പൂർണ്ണമാക്കിയിരിക്കുകയാണ്. അപ്പപ്പാറ പ്രദേശത്തിൻ്റെ മുഴുവൻ ആഘോഷമാക്കി തീർക്കുവാൻ ചേകാടി ഗവൺമെൻറ് LP സ്കൂളിലെ ഈ വാർഷിക പരിപാടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്.